പരിഭവമരുതേ സ്വാമിൻ ഇനിയും പരിഭവമരുതേ അഭയമിരന്നു വരുന്നൊരു സാധുവിൽ അഭയമിരന്നു വരുന്നൊരു സാധുവിൽ അഗ്നിപരീക്ഷണമരുതേ അരുതേ പരിഭവമരുതേ സ്വാമിൻ ഇനിയും പരിഭവമരുതേ തിരകൾ നീന്തി ആയിരം നവരാത്രി മണ്ഡപം താണ്ടി ഹരിരാഗസാഗര തിരകൾ നീന്തി സങ്കടശ്രുതിയിട്ട തമ്പുരു നീട്ടി ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചു തോഴുമ്പോൾ ഒരു ഭിക്ഷാന്തേഹിയായി പാടുമ്പോൾ ഇനിയും പരിഭവമരുതേ സ്വാമിൻ ഇനിയും പരിഭവമരുതേ കൈവെടിഞ്ഞു എൻ്റെ മുറജപം മാത്രമെന്തേ നീ മറന്നു ഇനിയും പരിഭവമരുതേ സരിഗമഗ ഇനിയും പരിഭവമരുതേ സരിഗമഗ ഇനിയും മകരി സരിഗമ ഗരിഗമഗ ഇനിയും പരിഭവമരുതേ മദമഗഗമ ദിഗ സരി സദ സദ സ ഗരി സദ സരി ടി സദ മദ സ ഗരി സദ സരി മഗരി സരി ഗ സദ മഗരി സരി രി ഗ ഗ മ മഗരി ഗ ഗ മ മദ ദ സ ഗ മ മദ ദ സ സരി ഗരി രി സ സദ മദ സ 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 ദ ദ മദ സരി രി 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 സദ സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഇനിയും പരിഭവമരുതേ. Nice moments. അടിപൊളി.
ഗുഡ്. സ്നേഹ, ശരിക്കും ഇപ്പൊ ഈ ഗ്രൂവ് റൗണ്ട് ആരോട് എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കണം. ഇപ്പൊ കണ്ടസ്റ്റൻസിനോട് ചോദിക്കണോ ഓർക്കസ്ട്രയോട് ചോദിക്കണോ എന്നുള്ള കൺഫ്യൂഷനില്ല. എങ്ങനെ ഉണ്ടായി പാച്ചുചേട്ടാ? അതാണ് പാച്ചുനോടാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അതെ. അല്ല, ഈ പാട്ട് കുറച്ച് ടഫായിരുന്നു. കാരണം ഓൾറെഡി ഈ പാട്ടിൽ കുറെ കൊണസ്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ഇതാരാണ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തത്? ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തത് ആരാണ്? അല്ല, ഡിസൈൻ ചെയ്തല്ല. അപ്പം അതിൽ നിന്ന് കുറച്ച് ഗതി മാറ്റിയിട്ട് വായിക്കണമെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അതനുസരിച്ച് സെറ്റ് പക്ഷെ വലിയ കൺഫ്യൂസിംഗ് ഒന്നും അല്ലായിരുന്നു. ഇല്ല, വലിയ കൺഫ്യൂസിങ് അല്ലായിരുന്നു. കാര്യം അടുത്തടുത്ത് ഒരു സമം കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു ആ അതെ ഗ്രൂപ്പ്. മറ്റേ അന്തം വിട്ട് അന്തരീക്ഷത്തിൽ കൊണ്ട് കാട്ടിലൊക്കെ അഴിച്ചു വിട്ട പോലെ അല്ലായിരുന്നു. അതിനൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു ആ ഗ്രൂപ്പ്. പക്ഷെ ഇതില് ഈ പറഞ്ഞ മാതിരി നേരത്തെ ഗ്രൂപ്പുകളെ പോലെ ഇവർക്കായിരുന്നു ടാസ്ക്. ഇത് മോൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സ്നേഹയ്ക്ക് അല്ലായിരുന്നു ഇത്. ഇത് ഇവർക്കുള്ള ടാസ്ക് ആയിരുന്നു. റൗണ്ട് ആക്ച്വലി ആർക്കാണെന്നുള്ളതാണ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. സ്നേഹ, ഉഗ്രം പാട്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ എനിക്കൊരൊറ്റ ഡൗട്ടുണ്ട് സ്നേഹ. കൈതപ്രണാച്ചിയാണ് മ്യൂസിക് അല്ലേ? അദ്ദേഹം തന്നെ എഴുതിയാൽ പോരായിരുന്നു. എന്തിനാണ് ഗിരീഷ് പുത്തഞ്ചേരി സ്വാമിയെ വിളിച്ചതിനകത്ത് പാട്ട് എഴുതാൻ പറഞ്ഞത്? എന്തായിരിക്കും? ഇപ്പൊ കൈതപ്രണാച്ചിക്ക് എഴുതാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കോമ്പസിഷൻ ആകുമ്പം ഈസി ആയിട്ട് എഴുതും. അപ്പൊ എന്തിനാണ് ഗിരീഷ് അണ്ണനെ വിളിച്ചോണ്ട് വന്നത്? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതെന്ന്? അതെ, നിശാന്തേട്ടൻ പറയാൻ പറഞ്ഞു. അല്ല, ഇത് എനിക്കും അറിഞ്ഞൂടാ, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഒരു മിനിറ്റ്, അതൊന്ന് ക്ലിയർ ചെയ്യാം. അതെ, അതാണ് സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഞങ്ങൾ അപ്പൊ തന്നെ വിളിച്ചങ്ങ് ക്ലിയർ ചെയ്യും. ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുക, അത് സംസാരിക്കുക, ക്ലിയർ ചെയ്യാം. ഹലോ, നമസ്കാരം അണ്ണാച്ചി. സുഖമാണെന്ന് കരുതുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. നമ്മുടെ ഇനിയും പരിഭവമരുതേ എന്നുള്ള പാട്ട് അണ്ണാച്ചി ചെയ്തതല്ലേ? അപ്പം ഞാനിപ്പോൾ ഈ റിയാലിറ്റി ഷോയിലാണ്. അണ്ണാച്ചി എന്തുകൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ചതെന്നുള്ളത് ഞങ്ങളുടെ മൊത്തത്തിലൊരു ഡൗട്ട്. അതിനെന്തെങ്കിലും കാരണം? നല്ല ഞാനൊന്ന് സ്പീക്കർ ഫോണിൽ ഇട്ടോട്ടെ അണ്ണാച്ചി, പറയാൻ പറ്റുമെങ്കിൽ. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ഒരു മിനിറ്റ്. അല്ല, അയാള് ഇത് ഈസി ആയിട്ട് ചെയ്തൊരു പാട്ടാ. ഓക്കെ. പണ്ട് വൈകുന്നേരം റെക്കോർഡ് ചെയ്ത് സന്ധ്യക്ക്. ഓക്കെ. അവിടെ സ്റ്റുഡിയോയിലാണ് ഞാൻ. ആരും ഇയാൾ വന്നില്ല, പാട്ടില്ല. ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ചെയ്താ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഇയാൾ വന്നു. എന്നോട് പറഞ്ഞു, തിരുമേനി ഞാൻ നോക്കി വന്നു. പല്ലവി കണ്ടപ്പോ എനിക്ക് ഇഷ്ടായി. അപ്പൊ തന്നെ ഞാൻ കമ്പോസ് ചെയ്തു. അപ്പൊ തന്നെ അപ്പൊ ഇത് എഴുതി കമ്പോസ് ചെയ്തതാണ്? എഴുതി ചെയ്താ. സൂപ്പർ. എഴുതി ചെയ്താ. അയ്യോ, സന്തോഷം. അതെ, അങ്ങനെയാണ്. ഇല്ല, ഞങ്ങളുടെ അണ്ണാച്ചിയും അസാധ്യമായിട്ട് എഴുതുന്ന ഒരു മനുഷ്യനല്ലേ? അപ്പൊ അദ്ദേഹം തന്നെ എഴുതിയാൽ പോരായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ള അതിന്റെ ആ ഒരു റീസൺ അറിയാനാ വിളിച്ച. അണ്ണാച്ചിയല്ലേ നമുക്ക് ഇവിടെ ഒരു മനുഷ്യൻ അത് പറയാൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർക്കണമെന്ന് കമലിന്റെ ആഗ്രഹം. അതാണ് സൂപ്പർ. എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഗിരീഷോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അയ്യോ, സൂപ്പർ. അതുകൊണ്ട് ഒരു ഉഗ്രം പാട്ട് കിട്ടി അണ്ണാച്ചി. അപ്പോൾ ആ ഒരു കുട്ടി ഇവിടെ സ്നേഹ എന്നുള്ള ഒരു കുട്ടി പാടി, മനോഹരമായിട്ട് പാടി. അപ്പോൾ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ഡൗട്ട് അത് അണ്ണാച്ചിയെ വിളിച്ച് ക്ലിയർ ചെയ്യാന്ന് വെച്ചു. അതിൽ ഏതോ ഒരു പാട്ടില് ഒരു ശബ്ദം പ്രേംനസീറിന്റെ കൊച്ചുമോളാണ്. ഓക്കെ. കാവേരി തീരത്തെ അതാണെന്നുണ്ട്. അപ്പോൾ അതിലൊരു പാട്ടിൽ പ്രേം നസീർ സാറിന്റെ ചെറുമോളും പാടിയിട്ടുണ്ട്. അപ്പോൾ അണ്ണാച്ചി പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. താങ്ക് യു സോ മച്ച്. ലവ് യു അണ്ണാച്ചി. ഇനി കലക്ക്. അപ്പൊ അങ്ങനെയാണ് അവർ ഒന്നിച്ചത്. അപ്പൊ അവർ ഒന്നിക്കാൻ കാരണം കമൽ സാറാണ്, ഡയറക്ടർ കമൽ സാറാണ്. അപ്പൊ കമൽ സാറിന് പ്രത്യേകം നമ്മുടെ വക സ്നേഹം. നന്നായി പാടി. ആ ഒരു എന്താ പറയണ്ടേ, ആ തൊണ്ടയുടെ ഒരു ബുദ്ധിമുട്ട് മാക്സിമം അറിയിക്കാത്ത വിധത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ തോന്നിയത് എവിടെയോ നമ്മുടെ ഈവൻ ബൃഹാസ് ആണെങ്കിൽ ആകാരം അതിനൊരു ഇച്ചിരി പിടുത്തമുള്ളതുപോലെ തോന്നി. അതൊന്ന് കുറച്ചും കൂടെ ലൂസാക്കുക. ഞാൻ പറഞ്ഞത് സ്നേഹയ്ക്ക് മനസ്സിലായി കാണുമെന്നാണ്. കുറേ ശക്തി, അതിനൊരു ബലം വരുന്നു. ആ ബലമില്ലാതെ കുറച്ചും കൂടെ കൂളായാലും നന്നാവും തോന്നി. പിന്നെ ആ സ്വരത്തിൽ ആ രണ്ടാമത്തെ സ്വരം ഒന്ന് പാടാമോ? Ma
മഗരി സരി ഗമ ഗരി ഗമദ അല്ല അടുത്തത് നാലാമത്. മദ മഗ ഗമ ദിരിഗ സഗരി സദ സദ ദസ ഗരി സദ സരി. എനിക്ക് ആ രീരിക സഗരിയിൽ ഒരു ഡൗട്ട് തോന്നി, എന്താണ് പാടിയെന്നുള്ളത്. ഇപ്പൊ ഓക്കെ, കൃത്യമാണോ ഇപ്പൊ പാടിയത്? ആണോ? ആര് പറഞ്ഞു? ഇപ്പൊ പാടിയത് കറക്റ്റ് ആണോ? ആണ് സർ. ആര് പറഞ്ഞു? Who told you? ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു. ഒന്നുകൂടെ പാടിക്കേ. മദ മഗ ഗമ ദിരിഗ സഗരി ദിരിക സഗരി. ദിരിഗ സഗരി. ഇപ്പൊ കറക്റ്റാ. മുമ്പേ കറക്റ്റ് ആയിരുന്നു. നമ്മളെ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൈതപ്രാണ ആച്ചിയുടെ ഗിരീഷ് അണ്ണനും കൂടെ ചേർന്ന് അവർ രണ്ട് കവികൾ ചേർന്ന് ഒരുക്കിയ ഗാനമാണിത്. പറയേണ്ട കാര്യമല്ല, അത് പാടിയേക്കുന്ന അറിയാമല്ലോ. നന്നായിട്ട് തന്നെ പാടി. വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഗ്രൂപ്പ് റൗണ്ടിൽ അത്യുഗ്രനായി പെർഫോം ചെയ്ത നമ്മുടെ ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കയ്യടി. വണ്ടർഫുൾ വണ്ടർഫുൾ. രസമായിരുന്നു. ഈ റൗണ്ട് ആക്ച്വലി ഒരു ഇന്നോവേഷൻ ആണ്. ഇതിനി മറ്റു ചാനലുകൾ ഉറപ്പായിട്ടും എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് ഈ ഗ്രൂവ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 എടുത്ത് നോക്കുകയാണെങ്കിൽ ചാലഞ്ച് ആക്ച്വലി ഓർക്കസ്ട്രക്കാണ്. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇവർ കേട്ടോണ്ടിരുന്ന പാട്ട് കേൾക്കുന്നത്. അത് തന്നെ ഒരു നോവൽറ്റിയാണ്. പിന്നെ സ്നേഹ ഭയങ്കര കോൺഫിഡൻസിൽ ഇത് പാടി കേട്ടോ. സ്നേഹ ആ ഒരു ഒച്ചയടപ്പൊക്കെ അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് മാസ്ക് ചെയ്തിട്ടാണ് സ്നേഹ പാടിയത്. അങ്ങനെ ഒരു സ്ട്രെയിനോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഫീലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. ആ ശബ്ദം തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ കമൽ സാറിന്റെ ഒരു ഡിസിഷൻ ഉണ്ടാക്കിയ ഒരു മാറ്റം അല്ലേ. ഇതാണ് ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു ചില സമയത്ത് അവർ പ്രയോഗിക്കുന്ന ഒരു ബ്രില്യൻസ് ഉണ്ട്. അതിൽ നിന്നാണ് ഇതുപോലത്തെ ഈ മാസ്റ്റർ പീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് തന്നെ പാടി. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വോയിസ് ഇങ്ങനെ മണി പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മാസ്ക് ചെയ്തു. ആ പ്രശ്നങ്ങളൊക്കെ സ്മാർട്ടായിട്ട് മാസ്ക് ചെയ്തു. അങ്ങനെ വീണ്ടും സ്നേഹയ്ക്കും നമ്മുടെ ഓർക്കസ്ട്രക്കും ഒരു വലിയ കൈ. ഷാനിക്ക പറഞ്ഞ പോലെ എല്ലാ എക്സ്പെരിമെന്റൽ റൗണ്ട്സും പോയിട്ടുള്ളത് ഈ സൂപ്പർ സ്റ്റാറിൽ നിന്നാണ്. നമ്മുടെ പിന്നെ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള റൗണ്ട്സാ കൊണ്ടുവന്നിട്ടുള്ളത്. അതെ. ഇപ്പം മെട്രോണോം റൗണ്ട് ക്ലിക്ക് മാത്രമുള്ളത്, ശ്രുതിയില്ലാത്തത്. അല്ല, അത് ഞാൻ പറഞ്ഞ അത് ഇന്നോവേഷൻ ആണ്. അത് ഡെഫിനറ്റ്ലി. കാരണം വെറുതെ ഇപ്പൊ ഈവൻ നമ്മുടെ ഇപ്പൊ ഈ ഫാമിലി റൗണ്ടിൽ വരുന്ന സബ്ജക്ട്സ് പോലും റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ. എന്റർടൈനിങ് ആണ്. ദാറ്റ് ഈസ് ദ ഹൈയസ്റ്റ് പോയിന്റ്. ചേച്ചി ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. മനോഹരമായിട്ട് പാടി മോളെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓർക്കസ്ട്രയ്ക്കായിരുന്നു കൂടുതലും ഒരു ടാസ്ക് ഈ ഒരു ഗ്രൂവിൽ അത് എത്തിക്കുക എന്നുള്ളത്. മോൾക്ക് ബേസിക്കലി അത്ര ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് ആയിരുന്നില്ല അത്. എന്നാലും നന്നായി തന്നെ പാടി. ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാക്സ് ചോദിച്ചാലോ? ഈ സ്നേഹ ഇവിടെ വന്ന് ഇങ്ങനെ പൂച്ചയെ പോലെ നിക്ക. ഈ സ്നേഹയ്ക്ക് ഞാനിപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നേ. സ്നേഹ നന്നായിട്ട് പിയാനോ വായിക്കും, ഉക്കുലേലെ വായിക്കും. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ നിക്കുന്നത്. റഹ്മാൻ എന്ത് പറഞ്ഞു എന്നിട്ട്? ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. അതെ, ഒന്ന് പറയൂ. എന്താണ് അവിടെ വർക്ക് ചെയ്തത്? ഇപ്പോഴൊന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് AR റഹ്മാൻ സാറിന്റെ കൺസർവേറ്ററിയിൽ കോളേജിൽ. അപ്പോൾ ആ സമയത്ത് ചെന്നൈയിലെ KM മ്യൂസിക് കൺസർവേറ്ററി. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ നടത്താൻ ഒരു ഇവന്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് 5 പേര് സെലക്ട് ആയി ഇന്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ അതിൽ ഇന്ത്യൻ ക്ലാസിക്കലിൽ നിന്ന് ഞാൻ സെലക്ട് ആയി. എന്നിട്ട് സംസാരിക്കാൻ പറ്റി സാറിനോട്. അങ്ങനെ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ അത്രേ ഉള്ളായിരുന്നു. വെരി ഗുഡ്. വലിയ കാര്യമല്ലേ? പിന്നെ വലിയ കാര്യമാണ്.
പിന്നെ വേറെ തേർഡ് ഇയറിൽ നാസ ആയിരുന്നു, എനിക്ക് സംശയമുണ്ട്. അപ്പൊ സയന്റിഫിക് എന്തോ പ്ലാനറ്റ്സിന്റെ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു AR റഹ്മാൻ സാറിന്. കുറെ സ്റ്റുഡൻസിനെ വിളിച്ചു. അപ്പോൾ എന്നെയും എനിക്കും ഒരു പ്ലാനറ്റ് കിട്ടി. ജൂപ്പിറ്റർ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തു. പിന്നെ വേറെ കിളികളുടെ സൗണ്ട്, വിൻഡിന്റെ സൗണ്ട്, റെയിനിന്റെ സൗണ്ട്, അതൊക്കെ ഹ്യൂമൻ വോയിസസിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതില് ഒരു കുയില് തുടങ്ങിയിട്ട് എക്കോ പോലെ കുറെ വോയിസസ് വരണം. അപ്പോ തുടങ്ങാൻ AR റഹ്മാൻ സാർ എന്നോട് പറഞ്ഞു. റഹ്മാൻ തെരഞ്ഞെടുത്ത കുയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. വണ്ടർഫുൾ. കുയിൽനാഥം പോലത്തെ. സൂപ്പർ, അടിപൊളി. ഇതൊന്നും നമ്മളോട് ആരും പറയുന്നില്ല. സ്നേഹയുടെ ആ ഒരു പിയാനോ ലിങ്കിലെ പെർഫോമൻസ് നമുക്കൊന്നും ഇവിടെ കൊണ്ടുവരാറായി സൂപ്പർ സ്റ്റാർ സീനിയർ. പക്ഷേ ഇനി അടുത്തൊരു പെർഫോമൻസിൽ ഞങ്ങൾക്ക് അത് കാണണം. അത് യശ് പഠിച്ചില്ലെങ്കിൽ അത് രണ്ടും ഞങ്ങൾ സ്നേഹയ്ക്ക് കൊടുക്കും. അതെ, ഓക്കെ. മാർക്സ്. ശരത് സാർ. സ്നേഹ സർ, ഈ പാടിയതിന് ന്യായമായിട്ട് എത്ര മാർക്ക് വേണം? സത്യസന്ധമായി പറഞ്ഞു. 9.3. വണ്ടർഫുൾ. 9.3 മാർക്ക്. അത് കൃത്യമായിട്ട് പറഞ്ഞു. ചേച്ചി സ്നേഹ പറഞ്ഞാ പിന്നെ അതിനപ്പുറമില്ല. 9.3. താങ്ക് യു. ചേച്ചി. ഷാനിക്ക. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ. ഗുഡ് മാർക്ക്. ഓക്കേടാ.